ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ ഒരു നിസാൻ മൈക്ര ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ നിസാൻ മൈക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു 260, 270 ആയിരിക്കും പ്രതീക്ഷിക്കണം. അത്രയൊന്നും ഇല്ല ഈ വാഹനം നിങ്ങൾക്ക് അതിനേക്കാളും വളരെ റേറ്റ് കുറച്ച് സ്വന്തമാക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ 2011 ഈ ഒരു വാഹനത്തിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ മൈക്രയുടെ ഏറ്റവും നല്ല കളറിലൊന്നാണ് ഈ ഒരു കളർ. വളരെ ഡിമാൻഡുള്ള കളറും കൂടിയാണ് ഈ ഒരു റെഡ് അല്ലേ? റെഡ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കേണ്ട. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു മൈക്രയുടെ ഫുള്ള് വ്യൂ നോക്കിയേക്കാം. മൈക്രയുടെ നല്ല കളറിൽ ഒരു കളറാണ് കേട്ടോ. ഏറ്റവും നല്ല കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെയധികം ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു കളർ കൂടിയാണ്. ഈ ഒരു മെറൂണാണോ റെഡാണോ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആർസി നോക്കേണ്ടി വരും കറക്റ്റ് കളർ വേണമെങ്കിൽ. എന്തായാലും ഈ ഒരു കളർ 2011 മോഡൽ വണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച വാഹനം. അതുകൂടാതെ തന്നെ ടയർ കണ്ടീഷനൊക്കെ പക്ക കണ്ടീഷനിൽ നിൽക്കണം. ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുമ്പോൾ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ എവിടെ നോക്കിയാൽ നമുക്കൊരു ചളക്കോ അങ്ങനത്തെ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടി വാഹനത്തിൽ കിട്ടുന്നില്ല. അതാണ് വളരെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു മൈക്രയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ടയർ കണ്ടീഷനൊക്കെ അടുത്ത ഹൈലൈറ്റ്സ് ആണ്. നമുക്ക് വിശദമായിട്ട് കാണാം കേട്ടോ. ഇതാണ് വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ. ടോപ്പ് വ്യൂ നോക്കിയാൽ ടോപ്പിൽ നിന്ന് നമുക്ക് വാഹനം നോക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വന്നേക്കണം. കാണാനൊക്കെ നല്ല ഭംഗിയാണ് വണ്ടി കിടക്കാനായിട്ട്. നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. പിന്നെ ടയർ കണ്ടീഷനും അതേപോലെ വീലാർസും കാര്യങ്ങൾ ചെക്ക് ചെയ്തേക്കാം. വീലാർസിലേക്ക് വരുമ്പോൾ നീറ്റായിട്ടിങ്ങനെ വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിരിക്കും. ബോണറ്റ് നമുക്കൂടെ കാണാം. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും ഇപ്പോൾ പൊടിക്കൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും നമുക്ക് ബമ്പേഴ്സിൽ കിട്ടാനില്ല. ഇവിടുത്തെ വീലാർസ് നോക്കിയേക്കാം. ഇതും ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷൻ കണ്ടോ. 2 ഡോറും നോക്കാം. 2 ഡോറിൻ്റെ രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കൂടെ കാണാം. ഇവിടെയും വീലാർസ് ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കൂടെ കാണാം. ബമ്പേഴ്സിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാം. ഓക്കെ, സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോറ് നോക്കാം. 2 ഡോറായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഡോർസ് നമുക്കൂടെ കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. നോക്കുമ്പോൾ നമുക്കൂടെ കാണാൻ പറ്റുന്നത് നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഡോർ പാഡ്സ് നമുക്കൂടെ കാണാം. അതേപോലെ തന്നെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് വൃത്തിയധികം സീറ്റ്സ് ഉണ്ടോ. നല്ല കളറിനോടൊപ്പം നിൽക്കുന്ന ആ ഒരു കളർ തീം വന്നിട്ടുണ്ട്. ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ്. ഇവിടെ JVCയുടെ മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ്. എയർ ബാഗ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കീ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1,20,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്ക് പവർ വിൻഡോസ് വന്നിട്ടുണ്ട്. ഇവിടെയും പവർ വിൻഡോസ് വന്നിട്ടുണ്ട്. ഇനി ഡോറിന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് റിയർ ഭാഗം നോക്കിക്കാം. പാസഞ്ചർ സൈഡ് നോക്കാം. പാസഞ്ചർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും ഫുള്ള് ബ്ലാക്ക് ചെയ്തേക്കുന്ന ആ ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കും. സീറ്റ്സ് നല്ല ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ സ്പേസ് നോക്കാം എടാ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയർ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ സീറ്റ് കവേഴ്സ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറായിട്ട് നല്ല യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ് വണ്ടി കാണാനായിട്ട്. ഓക്കെ, ഡോർ ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള
ലീക്കേജോ കാര്യങ്ങളോ നോട്ട് ചെയ്യാം. ആണോ, ക്യാമറ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ അഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടാകും നോക്കാം. കേടാ, നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഇവിടെ എൻജിൻ ഭാഗത്ത് എന്തെങ്കിലും ലീക്കേജോ കാര്യം ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബൂട്ടാണ്. ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നോക്കാം. ലിഡ് അപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അതിൻ്റെ ബൂട്ട് സ്പേസ്. ഇപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്തേക്കുന്ന ആ ഒരു മഡ് ഫ്ലാപ്പും അതേപോലെ ആ ഒരു റെയിൻ ഗാർഡും കാര്യങ്ങളും കൂടെ കാണാം. പ്ലാറ്റ്ഫോം നോക്കാം. നല്ല കീപ്പ് വെക്കാൻ ടയേഴ്സ് വെക്കുന്നുണ്ട്, ടൂൾസ് വെക്കുന്നുണ്ട്. ഇവിടുത്തെ മൊത്തത്തിൽ റൂം നോക്കാം. കേട്ടോ, നീറ്റായിട്ടിരിക്കുന്ന റൂം നമുക്കിവിടെ കാണാം. അതേപോലെ ഇതിൻ്റെ എഡ്ജസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. എഡ്ജസ് അതിലൂടെ നീറ്റായിട്ടിരിക്കുന്ന ആ എഡ്ജസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ലോവർ പോർഷനിലേക്ക് വരാം. കേട്ടോ, വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുൾ വ്യൂ ഉണ്ടോ? നീറ്റായിട്ടിരിക്കുന്ന വാഹനമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇന്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈക്ര കണ്ടു കഴിഞ്ഞു. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി വരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് എന്തായാലും അടിച്ചേക്കാം. കാരണം ലൈക്ക് അടിച്ചാൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ പ്രൈസ് ആസ്കിംഗ് പ്രൈസ് 2,38,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പറിലേക്ക് വിളിച്ചേക്കാം. എന്നെ വിളിക്കാൻ എൻ്റെ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം.